പ്രേക്ഷകർ കാണുന്നത് രാഹുൽ ഗാന്ധി മരിച്ച വനം വകുപ്പ് ജീവനക്കാരൻ പോളിൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആ, യഥാർത്ഥ ചികിത്സയിൽ പിഴവുണ്ടായി എന്നാണ് പോളിൻ്റെ മകൾ രാഹുൽ ഗാന്ധിയോട് പരാതി പറഞ്ഞത്. മാത്രമല്ല പോളിൻ്റെ കുടുംബാംഗങ്ങളെയും രാഹുൽ ഗാന്ധി കണ്ടിരുന്നു. ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുന്നു. ഷഹദ്, വിവരങ്ങൾ പറയൂ. അല്പസമയം മുൻപാണ് പോളിന്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പോളിന്റെ ഭാര്യയുമായും ഒപ്പം തന്നെ മകളുമായും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുമായൊക്കെ തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ആകുലതകളും അവരുടെ വിഷമങ്ങളും അവരുടെ പരാതികളും ഒക്കെ തന്നെ അദ്ദേഹം കേൾക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ വലിയ രീതിയിൽ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അപ്പം അവരുമായിട്ട് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. റോഡിന് അരികിലായിട്ടാണ് ഇത്തരത്തിൽ എല്ലാവരും നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരാതികൾ ഈ നാട്ടുകാർ ഒന്നാകെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഇത്തരത്തിൽ പരാതികളും അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് എന്താണ് അദ്ദേഹം കേൾക്കുകയാണ്. സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും പ്രായമായ ആളുകളും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. അപ്പം അവരോടൊക്കെ ഹസ്തദാനം ചെയ്തും ഒപ്പം തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിലാണെങ്കിൽ പോലും അത് കേൾക്കുകയാണ് പ്രധാനമായിട്ടും അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി അവരുമായി സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ തിരിച്ച് വാഹനത്തിലേക്ക് തന്നെ കയറുന്നു. ഇനി അദ്ദേഹം അടുത്ത വീട്ടിലേക്ക്, അതായത് കഴിഞ്ഞ ദിവസം കടുവ ആക്രമണത്തിൽ മരിച്ച ആളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അല്പം മുമ്പായിരുന്നു പോളിന്റെ വസതിയിലെത്തുകയും പോളിന്റെ ഭാര്യയുമായും ഒപ്പം തന്നെ മകളുമായും ബന്ധുമിത്രാദികളുമായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും പോളിന്റെ മകൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം. തന്റെ അച്ഛൻ മരിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് മതിയായ സൗകര്യങ്ങൾ, ചികിത്സാ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് തന്റെ മകൾ ക്ഷമിക്കണം തന്റെ അച്ഛൻ മരിക്കാൻ ഇടയായ സാഹചര്യം ഉണ്ടായത് എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും പോളിന്റെ മകള് ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മറ്റ് സൗകര്യങ്ങൾ ഇവിടെയുള്ള ആശുപത്രികളിൽ ഒരുക്കണം. കൂടാതെ ഈ വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം വേണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് മുൻപാകെ ഈ മകളും അതുപോലെ തന്നെ ഭാര്യയും വെച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇനി 11 മണിയോട് കൂടിയിട്ട് ഇവിടെ കളക്ടറേറ്റിൽ യോഗം ചേരുന്നുണ്ട്. കളക്ടറുടെ അധ്യക്ഷതയിൽ നിലവിലുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ എന്ത് ചെയ്യാനാകും, അടിയന്തരമായിട്ട് എന്ത് ചെയ്യാനാകും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. അത് രാഹുൽ ഗാന്ധി വരുന്നു എന്നറിഞ്ഞ് വലിയ രീതിയിൽ ഇവിടെ ഈ നാട്ടുകാർ വലിയ രീതിയിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. അവരുമായും അല്പസമയം ചെലവഴിക്കാനുള്ള ഇടം അദ്ദേഹം കണ്ടെത്തി. അവരുടെ പരാതികളും ചെറിയ രീതിയിലാണെങ്കിൽ പോലും അദ്ദേഹം കേൾക്കുകയും ചെയ്തു. ഇതടക്കമുള്ള കാര്യങ്ങൾ ആയിരിക്കും ഇനി 11 മണിക്ക് വയനാട് കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ അദ്ദേഹം ഉന്നയിക്കുക. മാത്രമല്ല, ശാശ്വതമായി പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് ഇപ്പോഴും ആനയെ പിടികൂടുന്ന ദൗത്യം തുടരുകയാണ്. ആ വിഷയത്തിൽ എന്ത് നടപടിയാണ് ഇനി ഉണ്ടാവുക, ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ആവശ്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നോക്കും. റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. അന്തരിച്ച പോളിൻ്റെ വീട് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു മടങ്ങി.